ദൈവാലയത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കുള്ളൊരു മടങ്ങിപ്പോക്ക് ഈ കാലം നമ്മെ കർത്താവ് ക്ഷണിക്കുകയാണ്. അവിടെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വാക്കുണ്ട്. യജമാനൻ്റെ മനസ്സോടെ നമുക്ക് തോട്ടത്തിൽ ആയിരിക്കാം. യജമാനൻ്റെ മനസ്സോടെ നമുക്ക് തോട്ടത്തിൽ ആയിരിക്കാം. എന്താണ് യജമാനൻ്റെ മനസ്സ്? ആരെയും ഒഴിവാക്കാൻ താല്പര്യമില്ലാത്തവനാണ് നമ്മുടെ യജമാനൻ. മെനക്കെട്ട് നിൽക്കുന്നവരെയും കൃത്യതയില്ലാതിരിക്കുന്നവരെയും യജമാനനെ അനുസരിക്കാത്തവരെയും അതിരുകൾക്കപ്പുറത്തേക്ക് പോയി അന്വേഷിക്കുന്നവനാണ് യജമാനൻ. നിങ്ങളോട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. തോട്ടത്തിലെ സന്ദർശകരായിരിക്കുവാനല്ല, തോട്ടത്തിൻ്റെ സംരക്ഷകരായിരിക്കുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വല്ലപ്പോഴുമൊക്കെ തോട്ടത്തിൽ സന്ദർശകരായിരിക്കാനല്ല, തോട്ടത്തിൻ്റെ സംരക്ഷകരായിരിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്.